നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് പോസിറ്റീവായുള്ള എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിന് BJP തന്നെ വേണം എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. BJP മന്ത്രിമാരും BJP ഭരണകൂടവും അധികാരത്തിലിരിക്കുമ്പോഴല്ലാതെ പൊതുജന താല്പര്യത്തിനു വേണ്ടി എന്തെങ്കിലും സർക്കാർ പ്രവർത്തിച്ച് വളരെ അപൂർവം സാഹചര്യങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇത്തരത്തിലൊരു ഞെട്ടിച്ച നടപടിക്ക് കൂടെ തുടക്കമിട്ടുകൊണ്ട് പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് BJPയുടെ ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ. നികുതി നായകരുടെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുന്ന VIP സംസ്കാരം ഇനി വേണ്ട എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രി. മാറ്റത്തിന്റെ തുടക്കമെന്ന നിലയിൽ ജൂലൈ 1 മുതൽ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയും തങ്ങളുടെ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വിപ്ലവകരമായ പുതിയ മാറ്റം പൊതുജനത്തെ അറിയിച്ചത്. ജൂലൈ 1 മുതൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും തങ്ങളുടെ വൈദ്യുതി ഉപഭോഗത്തിന്റെ ബില്ലുകൾ അടയ്ക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിമാരുടെയും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ വസതികളിലെയും വൈദ്യുതി ബില്ലുകൾ സാധാരണയായി അടയ്ക്കുന്നത് സർക്കാർ ബജറ്റിൽ നിന്നാണ്. കഴിഞ്ഞ 75 വർഷമായി ഈ രീതിയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കി. പരമ്പരാഗതമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപഭോഗത്തിനായി സംസ്ഥാന സർക്കാർ പ്രതിമാസം 30 ലക്ഷം രൂപ ആസാം പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന് നൽകുന്നുണ്ട്. ഈ തുക സമൂഹത്തിലെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മുൻപ് സർക്കാർ സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജുകളും സർവകലാശാലകളും അടക്കം സൗരോർജ്ജത്തിലേക്ക് മാറണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പുതിയ നിർദ്ദേശം പൂർണ്ണമായും പ്രാബല്യത്തിലായാൽ ജനങ്ങളുടെ നികുതി പണത്തിൽ നല്ലൊരു ശതമാനവും മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയും. ജനപ്രതിനിധികൾ എന്നാൽ ജനസേവകരാണ്, അല്ലാതെ ജനങ്ങളെ ഭരിക്കുന്നവരല്ല. ജനങ്ങൾക്ക് വേണ്ടി ഭരണം നിർവഹിക്കേണ്ടവരാണ് എന്നാണ് ജനാധിപത്യത്തിന്റെ പ്രധാന തത്വം. എന്നാൽ പല കുടുംബാധിപത്യ പാർട്ടികളും ഈ തത്വം മറക്കുകയും അധികാരം തങ്ങളുടെ ജന്മ അവകാശമാണെന്ന രീതിയിൽ പ്രവർത്തിക്കുകയുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിനെതിരെ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരുന്നതും വേണ്ട നടപടികൾ എടുക്കുവാനും കഴിയുന്നതുമായ ഒരേ ഒരു പാർട്ടി BJP ആണ് എന്ന് അടിവരയിടുന്നതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ നടപടി.